ഡീസൽ ബസ്സിലേക്ക് വരുമ്പോൾ ഒരു 18-20 റേഞ്ച് മൈലേജ് എന്തായാലും ഉണ്ട്. ഞാനിത് തലശ്ശേരിയിൽ നിന്ന് ഞാനാണ് കൊണ്ടുവന്നത്. അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഓക്കെ, ഓട്ടാണ് ഏറ്റവും ലോ കിലോമീറ്റർ 35 ഓടിയുള്ളൂ. 35,000 കിലോമീറ്റർ. 35,000 മാത്രമേ ഓടിയുള്ളൂ. മൈലേജും ഉണ്ടാവും, 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. വലിയ മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി 110 അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. അതാകുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് റോഡിലും യൂസ് ചെയ്യാം, ഒരുമാതിരി ഓഫ് റോഡും യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മേരാ കാസിൽ വെച്ചിട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വെട്ടിക്കെട്ട് വീഡിയോ ഇവിടെ ചെയ്തിട്ടായിരുന്നു. ഫുൾ വിലക്കുറവുള്ള ഒരുപാട് വാഹനങ്ങൾ ഇവിടുന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ റെസ്പോൺസ് എങ്ങനെയുണ്ട്? നല്ല റെസ്പോൺസ് ആയിരുന്നു. അത് 1-2 വണ്ടി മാത്രമാണ് ഫിനാൻഷ്യൽ ഇതിൽ ഡ്രോപ്പ് ആയി. ബാക്കി ഓൾമോസ്റ്റ് വണ്ടിയൊക്കെ സോൾഡ് ഔട്ട് ആയി. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ വെസ്റ്റയിൽ അത്താണിക്കലാണ് മേരാ കാസിൻ്റെ ലൊക്കേഷൻ. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ റൈറ്റ് ടോപ്പ് കോർണറിലും കൊടുക്കുന്നുണ്ട്. പിന്നെ വാറണ്ടി, RSA ഒക്കെ ലഭിക്കുന്ന വാഹനങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. പോരാത്തതിന് ഇവിടെ ഇൻസ്പെക്ഷൻ ചെയ്ത വാഹനങ്ങളുടെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് ഇവർ അയച്ചു തരും. വളരെ കുറഞ്ഞ ഫെസിലിറ്റി, അതായത് കുറഞ്ഞ സ്ഥാപനങ്ങളെ അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് നിങ്ങൾക്ക് ഒരു വണ്ടിയുടെ ഫുൾ അത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ചെക്ക് പോയിന്റ്സ് കംപ്ലീറ്റ് ഉള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് ഇവർ അയച്ചു തരും അല്ലേ? അത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ്. എനിക്കൊന്ന് ചുരുക്കം ചില ഡീലർഷിപ്പ് മാത്രമാണ് ഈ ഒരു ഫെസിലിറ്റീസ് കൊടുക്കുന്നത്. അതിനകത്ത് മേരാക്കാറും കൂടിയാണ് ഇപ്പോൾ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പം ഈവൻ എല്ലാ വണ്ടികളുടെയും ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, പെയിന്റിങ് എവിടെയൊക്കെ കയറിയിട്ടുണ്ട്, സ്ക്രാച്ച് കാര്യങ്ങൾ എല്ലാം മെൻഷൻ ചെയ്യും. ഈവൻ ടയറിന് നമുക്ക് എത്ര ഡെപ്ത് വരുന്നത് വരെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടാണ് ആ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിൽ കറക്റ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി അതെ എഡ്യൂക്കേറ്റഡ് ആയി വണ്ടിയെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. വേറെ ഒരാളെ കൊണ്ടോ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് തന്നെ ഫുൾ റിപ്പോർട്ടിൽ അറിയാൻ പറ്റും. അതൊരു പ്രൂഫുമാണ് അല്ലേ? അത് എന്താ വെച്ചാൽ ഭാവിയിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതൊരു പ്രൂഫായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അത്രയും ഫെസിലിറ്റികൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെ സ്കീം നടക്കുന്നുണ്ടോ? സ്കീം നടക്കുന്നുണ്ട്. നമുക്ക് എന്താ വെച്ചാൽ ഡിസംബറിലെ സ്കീം, ക്രിസ്മസ് ഒക്കെ അല്ലേ, ഇയർ എൻഡിങ് സ്കീം, ക്രിസ്മസ് സ്കീം. ഓക്കെ, നമുക്ക് ജനറൽ സർവീസ് എല്ലാ വണ്ടികൾക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. AC ഒരു സർവീസാണ്, ഒരു ജനറൽ സർവീസ് അല്ല? ഓക്കെ, ജനറൽ സർവീസും വണ്ടി എടുക്കുന്നതിനെക്കാട്ടും മുമ്പ് ഫുൾ ജനറൽ സർവീസ് ഉണ്ട്. ഓക്കെ, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോയിലോട്ട് പോകാം അല്ലേ? KL 11 രജിസ്ട്രേഷൻ വരുന്ന കിയയുടെ സെൽട്ടോസ് ആണ് ആദ്യ വാഹനം. എങ്ങനെയാണ് കാര്യങ്ങളിത്? 2019 സിംഗിൾ ഓണർ. ഓക്കെ, 89,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 2019 അല്ലേ? 2019 ഡീസലാ? പെട്രോള് 89,000. ഒരു ഓട്ടം പോയിട്ടുണ്ട്, നോർമൽ ഓട്ടം. GTK എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് വരുന്നത്. GT ലൈൻ തന്നെ അല്ലേ? ഓക്കെ, ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. ഏറ്റവും ടോപ്പ് വെന്റിലേഷൻ സീറ്റ് കാര്യങ്ങളൊക്കെ വരും. വേരിയന്റ് ആണെങ്കിൽ കുറച്ച് വേരിയൻസ് ഇറങ്ങിയിട്ടുള്ളൂ. GTK എന്നുള്ള ഓപ്ഷൻസ്. GTK ഓക്കെ, കുറച്ചൊരു മാക്സിമം 3 months 4 monthsന്റെ ഇത് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ വണ്ടികൾ. ഓക്കെ, പിന്നെ നീറ്റ് ആൻഡ് ബാക്കിയെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓക്കെ, ക്ലെയിം എന്ന് പറയുന്നത് ഡോർ സ്കിൻ ഡാമേജ് കൊണ്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഹിസ്റ്ററിയിലുണ്ടല്ലോ. ഹിസ്റ്ററിയിൽ ക്ലെയിമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പെട്രോളാണ്. ഒരു 11 to 14, 15 റേഞ്ച് മൈലേജ് കിട്ടും. അതിലും മേലെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, നമുക്കറിയില്ല. എന്തായാലും കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. 60 to 80 മെയിൻറ്റെയിൻ ചെയ്ത് എന്തായാലും ഒരു ആവറേജ് മൈലേജ് നമുക്ക് എന്തായാലും ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താൽ. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പ് തന്നെ? സിംഗിൾ ഓൺഷിപ്പ്. ഓക്കെ, എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ഫുൾ ഓപ്ഷൻ കിയ സെൽട്ടോസ്. എത്ര കൊടുക്കാൻ പറ്റും? 11 ലക്ഷം രൂപ നെറ്റ് റേറ്റ്. 11 ലക്ഷത്തിന് ഫൈനൽ റേറ്റിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇതിൻ്റെ ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലേ? ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഓക്കെ, വാറണ്ടി എല്ലാം കൊടുക്കാം, RSA എല്ലാം കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു ബ്രസ്സയാണ്, പഴയ ഷേപ്പ്. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയത്? 2018 മോഡൽ. ഓക്കെ, ഡീസലാട്ടോ? ഡീസലാണല്ലേ? ഓക്കെ, ഏതാ സെറ്റ് ചെയ്യാ? VDI മിഡിൽ വാഹനം അല്ലേ? ബാക്ക് വൈപ്പർ, ഡിഫോഗർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. ബാക്കി എല്ലാ ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് അലോയ്സ് ഉണ്ടാവില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്ന വാഹനമാണ്. മിഡിൽ ഓപ്ഷൻ. ഡീസൽ ബസ്സിലേക്ക് വരുമ്പോൾ ഒരു 18-20 റേഞ്ച് മൈലേജ് എന്തായാലും ഉണ്ട്. ഞാനിത് തലശ്ശേരിയിൽ നിന്ന് ഞാനാണ് കൊണ്ടുവന്നത്. അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഓക്കെ, വേറെ ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല? ക്ലെയിം കാര്യങ്ങൾ. ഓക്കെ, 2018 മോഡൽ. ഓക്കെ, എത്ര ഓട്ടം പോയി? ഇത് ഓട്ടമാണ് ഏറ്റവും ലോ കിലോമീറ്റർ 35 ഓടിയുള്ളൂ. 35,000 കിലോമീറ്റർ. 35,000 മാത്രമേ ഓടിയുള്ളൂ. അതിന്റെ സർവീസ് എല്ലാം പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട്? പ്രോപ്പർ ഹിസ്റ്ററിയാണ്. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പ് മന്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം ഹിസ്റ്ററിയിലുണ്ട്. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പ് കിടക്കാണ്. ലോ കിലോമീറ്റർ ഒരു ബ്രസ്സയാണ് അടുത്ത വാഹനം. എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 8,20,000 8,20,000 രൂപയ്ക്ക് 2018 VDI ബ്രസ്സ
35,000 കിലോമീറ്റർ മാത്രം ഓടി, 50ന് മുകളിലൊക്കെ ഓടിയ വാഹനങ്ങൾ അധികം കാണാറുള്ളത്. 35,000 മാത്രം ഓടിയ ബ്രസ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ എത്ര കയറും? ലോൺ ഏകദേശം 95% ലോൺ കിട്ടും. ഓക്കെ, വാറണ്ടി എല്ലാം കവർ ആവുന്ന. ഓക്കെ, ഒരു ബ്രസ കണ്ടു. ഇനി ഒരു അർബൻ ക്രൂയിസർ കാണാം. എങ്ങനെയാണ് കാര്യങ്ങളിത്? 2022 മോഡൽ KL 13 രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, അത് സിംഗിൾ ഓണറാണ് വരുന്നത്. 45,000 കിലോമീറ്ററോട് പെട്രോൾ ചെയ്യുന്നത്. പ്രീമിയം എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത്. വേറെ ക്ലെയിം കാര്യങ്ങളൊന്നും കയറിയില്ല, ഒന്നും കയറിയിട്ടില്ല, ക്ലീൻ ആണ്. ഓക്കെ, പ്രീമിയം എന്ന് പറയുമ്പോൾ ടോപ്പാണോ? ടോപ്പില്ല, ടോപ്പിന്റെ തൊട്ട് താഴെ ഉള്ള അല്ലേ? പക്ഷെ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം മൊത്തം ഉണ്ട്. അലോയ്സ്, ഡിഫോഗർ, വൈപ്പർ, പുറകിൽ ഫ്രണ്ട് പ്രൊജക്ടർ, ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2022 പ്രീമിയം പെട്രോൾ അല്ലേ? അർബൻ ക്രൂയിസർ പെട്രോൾ എന്ന് പറയുമ്പോൾ ഒരു 12 to 15 റേഞ്ചൊക്കെ മൈലേജ് ആണ്. ഓക്കെ, ഒരു ക്ലെയിമും ഇല്ലാത്ത വാഹനം അല്ല. എത്ര കൊടുക്കുക ഇത്? ഇതാകുമ്പോൾ 9,20,000 രൂപ കൊടുക്കാം. 9,20,000 2022 വണ്ടിയാണ്. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന അർബൻ ക്രൂയിസർ 9,20,000. ഒരു 95 ഇതിന് ലോൺ കിട്ടുമല്ലോ. 85 to 90 വരെ നമുക്ക്. ഓക്കെ, വാറണ്ടി കാര്യമെല്ലാം കവറാണ്. ഹോണ്ട എമൈസ്, ഒരു കോമ്പാക്ട് സെഡാൻ വാഹനം. എമൈസിന്റെ 3rd ജനറേഷൻ. എങ്ങനെയാണ് കാര്യങ്ങളിത്? 2019 മോഡലാണ്. പിന്നെ 70 സംതിങ് ഓടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് കേട്ടോ, ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക്. 2019 70 സംതിങ് ഓടിയ വണ്ടി അല്ല? ഓക്കെ, എസ് വേരിയൻ്റ് ആണ്. പക്ഷേങ്കിൽ എലോയ്സ് പിന്നെ ടച്ച് സ്ക്രീനൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ എന്ന് പറയുമ്പോൾ മിഡിലായിട്ട് വരുന്നതാണ്. അലോയ്സ് ഇതൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതൊക്കെ ചെയ്തിട്ടുണ്ട് അല്ല? ഓക്കെ, ഇപ്പോഴത്തെ അമേസ്, ന്യൂ അമേസ് വന്നല്ലോ. അമേസിൻ്റെ ഷേപ്പ് ഒരു പ്രതീക്ഷ അത്ര ഉയർന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കണ്ടെടുത്തോളം. ഓക്കെ, എന്തായാലും ഇതാകുമ്പോൾ നമുക്ക് 6,90,000 6,90,000 2019 അല്ല? 19 എസ് ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരുന്ന അമേസാണ്. പെട്രോൾ എന്താ പറയുക, ഒരു നിങ്ങളൊരു സെമി പ്രീമിയം കാറ്റഗറി സെഡാനൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിനോട് കടപിടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് അല്ലേ? അത്യാവശ്യം മൈലേജും ഉണ്ടാവും. ഓക്കെ, അങ്ങനത്തെ ഒരു വണ്ടിയാണ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ലോൺ എത്ര കയറൂല്? ലോണ് നമുക്ക് എങ്ങനെ പോലും ഒരു 85 to 90 വരെ ചെയ്യാൻ പറ്റും. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഇതാ ഒരു ഡസ്റ്റർ വന്നു. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ? 2016 മോഡൽ. സെക്കൻഡ് ഓണർ ആണ്. ഏറ്റവും ടോപ്പ് RXZ ആണ് വരുന്നത്. RXZ അല്ല? 2016 85 അല്ലെങ്കിൽ 85 ഡീസലാണ്. മൈലേജും ഉണ്ടാവും, 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. വലിയ മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി 110 അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. നമുക്ക് എങ്ങനെ പോയാലും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് റോഡിലും യൂസ് ചെയ്യാം, ഒരുമാതിരി ഓഫ് റോഡും യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഓക്കെ, വേറെ ക്ലെയിം ഒന്നും ഇല്ല? ക്ലെയിം കാര്യങ്ങളൊന്നും. ടയേഴ്സ് ഉണ്ട്, അത്യാവശ്യം ടയേഴ്സ് ഉണ്ട്. ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. 2016 85 ഡീസൽ. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. 65 സംതിങ് ഓടിയതേ ഉള്ളൂ. 65 ലോ കിലോമീറ്ററുമാണ്. അതായത് ഇതൊക്കെ സാറിന് 1 lakhന് മേലെയാണ് കാണാറുള്ളത്. ലോ കിലോമീറ്ററാണ് അത് സംബന്ധിച്ച്. സെക്കൻഡ് ഓണർ കേട്ടോ. സെക്കൻഡ് ഓണറാ? സോറി, ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിലായിട്ട്. ഇതാകുമ്പം 6,95 വരും. 6,95,000 രൂപയ്ക്ക് 2016 RXZ ഏറ്റവും ടോപ്പ് എൻഡ് മാനുവൽ 85 ഡസ്റ്റർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 6 lakh ലോൺ കിട്ടുമായിരിക്കും. 6 lakh നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഇതൊരു ചെറിയ ഓട്ടോമാറ്റിക് വണ്ടിയാണ് എടുത്തത്. ടിയാഗോ ആണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ? 2021 36 സംതിങ് ഓടിയേ ഉള്ളൂ. നോർമൽ ഏറ്റവും ടോപ്പ് വരുന്നുണ്ട്. XZ A പ്ലസ് അല്ല? ഏറ്റവും ടോപ്പിൻ്റെ 2021 ടിയാഗോ ആണ്. ആവറേജ് ഒരു 12 to 16 റേഞ്ച് മൈലേജ് ഓട്ടോമാറ്റിക്കലും കിട്ടും. ഇതിനകത്ത് ഞാനൊരു ഹൈലൈറ്റ് പറയുന്നത് വെച്ചാൽ, ഞാൻ കാണിച്ചൊരു 3 വീഡിയോയിൽ ഞാൻ 3 ഓട്ടോമാറ്റിക് ടിയാഗോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ 3ഉം സോൾഡ് ഔട്ട് ആയിരുന്നു. ഇതേൻ്റെ വീഡിയോ ഇട്ടാണ്. ഓക്കെ, അത്രയും എൻക്വയറി വീഡിയോയിൽ എൻക്വയറി വരുന്ന ഏറ്റവും കൂടുതലുള്ള വണ്ടിയാണ്. സേഫ്റ്റിയും കാര്യങ്ങളും ഉണ്ട്, അത്യാവശ്യം മൈലേജും ഉണ്ട്. ഇപ്പം കൊടുത്ത കസ്റ്റമേഴ്സ് മൊത്തം ഭയങ്കര ഹാപ്പിയാണ്. എല്ലാ കാര്യത്തിലും സേഫ്റ്റി ഉണ്ട്, പിന്നെ മൈലേജും അത്യാവശ്യമുണ്ട്. ഓക്കെ, എത്ര കൊടുക്കാൻ പറ്റുന്നത്? നമുക്ക് 6,20,000. 6,20,000 2021 XZ പ്ലസ് ഓട്ടോമാറ്റിക് ടിയാഗോ ആണ്. 6,20,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. മാനുവലായിട്ട് കമ്പയർ ചെയ്യരുത്. വില ഒരു 1 lakhന്റെ അടുത്ത് മാറ്റം വരും. പിന്നെ അത് മാത്രമല്ല, ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടോ ഒരു ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, ബാക്കി ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല? അല്ല, അതാ പറഞ്ഞത്. ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് വേണമെങ്കിൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഫുള്ള് തരും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഹോണ്ട ജാസ് ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് കാറ്റഗറി വാഹനമാണ്. എങ്ങനെ ഇത് കാര്യങ്ങൾ? 2020 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ടോപ്പ്. ഓക്കെ, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്.
2000 എത്ര പറ 2020 പെട്രോൾ ഓട്ടോമാറ്റിക് 20 പെട്രോൾ ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. എത്ര ഓട്ടം പോയി? ഇത് 72,000 ഓടിയിട്ടുണ്ടല്ലോ. ഓക്കെ, പെട്രോളാണ്, മെയിൻ്റനൻസ് ഫ്രീ ആണ്. ഹോണ്ടയുടെ പെട്രോൾ വണ്ടി ഓട്ടോമാറ്റിക് അത്യാവശ്യം ലാഗ് ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം. അതെ, CVT ആണ്, നല്ല പെർഫോമൻസ് ആയിരിക്കും. ഓട്ടോമാറ്റിക് നമ്മൾ കൊടുക്കുന്ന അനുസരിച്ചിട്ട് വലിയ വലിവോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, സ്മൂത്തായിട്ട് പോയിക്കോളും. ടയർ ഭാഗങ്ങളും വലിയ കുഴപ്പമില്ലല്ലോ. ഓക്കെ, വേറെ ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം കാര്യങ്ങളൊന്നും ഒന്നുമില്ല, എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനമാണ്. സൺറൂഫ് അടക്കമുണ്ട്, ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനം. എത്ര കൊടുക്കാം ഇത്? 780 കൊടുക്കാം. 7,80,000 2020 ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ ജാസ് കൊണ്ടുപോകാം. ഒരു 7 lakh ലോൺ കിട്ടും. ഹോണ്ടയുടെ വണ്ടിയല്ലേ, എന്തായാലും കിട്ടും അല്ലേ. ഓക്കെ, വേറെ വർക്കും കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ജനറൽ സർവീസ് എല്ലാ വണ്ടിയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു ക്ലൈംബറാണ്, ഒരു ചെറിയ വാഹനം, KL 71 രജിസ്ട്രേഷൻ, സ്പെഷ്യൽ എഡിഷൻ ക്വിഡ് ക്ലൈംബർ. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2018 പറയുന്നതിന്റെ തൊട്ട് ബാക്കിലുള്ള മോഡലാണ്. ഓക്കെ, ഇപ്പൊ ഫേസ് ലിഫ്റ്റ് ആയി മാറി. ഫേസ് ലിഫ്റ്റ് ആയി. പിന്നെ 2018 ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അപ്പോൾ MT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. 2018 18. എത്ര ഓട്ടം പോയത്? ഇത് 48 സംതിങ്. 48 സംതിങ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം കാര്യങ്ങളും ഒന്നുമില്ല, നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. എത്ര കൊടുക്കാൻ പറ്റും? 380. 3,80,000 രൂപയ്ക്ക് ഒരു ക്ലൈംബർ ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ചെറിയൊരു വണ്ടി, ചെറിയൊരു വില അല്ലേ, ചെറിയൊരു ബഡ്ജറ്റിൽ. മാക്സിമം ലോൺ കയറുമായിരിക്കും. 3.5 വരെ കയറുമായിരിക്കും അല്ലേ? 3.5 ഉണ്ടാവില്ല എന്തായാലും. 3.4 70-75 അത്രയേ കിട്ടുൂ. ഓക്കെ ഓക്കെ, വേറെ ക്ലെയിം ഒന്നുമില്ല. ഇല്ല, ക്ലെയിം കാര്യങ്ങളൊന്നും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഷെവർലെ സ്പാർക്ക്, ഒരു ചെറിയ വിലയിൽ ഒരു ചെറിയ വാഹനം. KL 62. എങ്ങനെയാ കാര്യങ്ങൾ? 2012 മോഡൽ, സെക്കൻഡ് ഓണർ ആണ്. 89 സംതിങ് കൂടിയ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. 12 സെക്കൻഡ് ഓണർ, ഒരു ക്ലെയിമും ഇല്ല അല്ലേ? നല്ല നീറ്റ് വണ്ടിയാണ്. സാധാരണ ഇങ്ങനെ സ്പാർക്ക് കാണാറില്ല. ഫ്രണ്ടിൽ നല്ല അടിപൊളി ടയേഴ്സും ഉണ്ട്. എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് അല്ലേ? എല്ലാ ഫംഗ്ഷനും വർക്കിംഗ്. പിന്നെ ഷെവർലെന്റെ സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഒരുപാട് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല നീറ്റ് വണ്ടിയാണ്. വന്ന കൂട്ടത്തിൽ ഏറ്റവും നീറ്റാണ്. ലോ ബഡ്ജറ്റിൽ എത്ര കൊടുക്കാം ഇത്? ഇതാകുമ്പോൾ നമുക്ക് 1 lakh ഫൈനൽ റേറ്റ് ആയിട്ട് 1 ലക്ഷം രൂപയ്ക്ക് 2012 സ്പാർക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു അടിപൊളി വണ്ടി. വേറെ ലോണും കാര്യമൊന്നും കിട്ടുന്ന പ്രതീക്ഷിക്കേണ്ട. വണ്ടി നീറ്റാണ്. നഷ്ടം. ഇൻസ്പെക്ഷൻ കാര്യങ്ങൾ റിപ്പോർട്ടെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. നീറ്റ് വണ്ടിയാണ് അല്ലേ? അത്യാവശ്യം ടയർ കാര്യങ്ങൾ തന്നെയുണ്ട്. ഒരു 15-നുള്ളിലൊക്കെ മൈലേജ് കിട്ടൂല ഏകദേശം അല്ലേ? അടുത്ത വണ്ടിയിലേക്ക് പോകും. എൻ്റെ അവസാനത്തെ വാഹനം ഇന്നോവ ക്രിസ്റ്റയാണ്. KL 76 രജിസ്ട്രേഷൻ ആയതാണ്. ഓക്കെ, നന്മണ്ട കോഴിക്കോട് ആയതാണ്. എവിടുന്ന എങ്ങനെയാണ് ഡീറ്റെയിൽ ഇതിൻ്റെ? ഇത് 2018 മോഡൽ. 1.56 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ഇതിലേക്ക് മാറിയപ്പോൾ സെക്കൻഡ് ഓണറായി. ഓക്കെ, പിന്നെ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ബമ്പേഴ്സ്, ചെറിയ ചെറിയ പെയിന്റിങ്. ഇൻസ്പെക്ടഡ് വണ്ടിയല്ലേ? ഇൻസ്പെക്ടർ റിപ്പോർട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ വേറൊരു ചെറിയൊരു ഇതെന്ന് വെച്ചാൽ നന്മണ്ടയിലേക്ക് മാറിയപ്പം RC ആയില്ല. കിട്ടിയില്ല, കയ്യിൽ കിട്ടിയില്ല. ഓൺലൈനിൽ മാറിയിട്ടുണ്ട് RC. ഓക്കെ, അപ്പം നമുക്ക് ലോണിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. RC കയ്യിൽ കിട്ടാതെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം ഏതെങ്കിലും റെഡി ക്യാഷ് കസ്റ്റമർ ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ചെയ്ത് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. RC ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ലോണാ നോക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. എന്ന് വെച്ചാൽ എൻക്വയറി വന്നിട്ട് അതിനെക്കാട്ടും മുമ്പേ പറഞ്ഞില്ല എന്ന് വേണ്ട. ഓക്കെ, അപ്പോൾ ലോണിന് പ്രയാസമാണ്. കാരണം വെച്ചാൽ സെക്കൻഡ് ഓണർഷിപ്പ് കേരള നമ്പറിലായി കഴിഞ്ഞു, പക്ഷേ RC കൈ കിട്ടിയിട്ടില്ല, ഓൺലൈനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നടക്കുന്നൊരു ഇഷ്യൂ ആണത്. വണ്ടി കൊടുത്താലും വിട്ടാലും RC കിട്ടാൻ കുറച്ച് പാടുണ്ട് മൊത്തത്തിൽ. അപ്പോൾ 2018 ഏതോ ഓപ്ഷൻ ഇത്? B ആണ്. V ഓപ്ഷനാണ് അല്ലേ? ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC, അലോയ്സ് കാര്യങ്ങളൊക്കെ വരും. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം. നല്ല അടിപൊളി സീറ്റ് കവേഴ്സും ചെയ്തിട്ടുണ്ട്. വേറെ ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. ഡീസലാണ്, മാനുവൽ. ഓക്കെ, എത്ര കൊടുക്കാം ഇത്? ഇത് 18.50 നെറ്റ് റേറ്റ്. 18.50 കേരള രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞു. ഇനി ടാക്സോ കാര്യം ഒന്നും നടക്കേണ്ട ആവശ്യമില്ല. 2018 V ഓപ്ഷൻ ക്രിസ്റ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ലോണിൻ്റെ നേരത്തെ പറഞ്ഞു കുറച്ച് പ്രയാസമുണ്ട്. ഈ ഒരു RC മാറാത്ത ബുദ്ധിമുട്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന വണ്ടിയാണ്. അതെ, അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും തൽക്കാലത്തേക്ക് മൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, ഇന്ന് കാണിച്ച വാഹനങ്ങളെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിലും ഈ കാണിച്ച വണ്ടികളല്ലാതെ വേറെ ഓപ്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 10 വണ്ടി കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും കസ്റ്റമേഴ്സിന് അത്രയും എൻക്വയറി വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും വണ്ടികൾക്ക് എൻക്വയറി ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കാറ്റലോഗ് ഉണ്ടാവും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി. അർജു, നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.